പദങ്ങളെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പം വിജേഷ് അച്ഛന്റെ പ്രസന്റേഷനിൽ ഇപ്പോൾ പറഞ്ഞനുസരിച്ച് വേൾഡ് ഓഫ് ദി ഏൻഷ്യന്റ് പീപ്പിൾ ഉണ്ട്. അപ്പൊ നമ്മള് അന്ന് എഴുതിയ എഴുത്തുകാരന്റെ ലോകത്തെ അവർ ആ ലോകത്ത് നിന്ന് നമുക്ക് സമ്മാനിച്ച എഴുത്തിന് 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഈ ലോക കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഒന്ന് സംവദിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് അർത്ഥം കണ്ടെത്താനുള്ള ശ്രമമാണ് ശരിക്കും ഹെർമെനൂട്ടിക്സ്. വേൾഡ് ഓഫ് ദി ഓതേഴ്സ് ഓഫ് an ancient era produce something as a text we have with us. Now we are in a different world and we are trying to interact with the world of that people, those people, through what we have written as the text. അപ്പോൾ ഈ ഒരു ഇന്ററാക്ഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന, നമ്മൾ സംവേദിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവത്തിനെയാണ് ശരിക്കും ഹെർമെനൂട്ടിക്സ് എന്നതിലൂടെ അർത്ഥമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സംവാദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, ഇടപെടലിന്റെ പ്രത്യേകതയാണ് ലെക്സിക്കൽ സിൻടാക്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഭാഷയെ കുറിച്ച് പറയുമ്പോൾ ഭാഷ വാക്കുകൾ ചേർന്ന് വാക്യങ്ങളായി രൂപീകരിച്ച് ഉണ്ടാകുന്നതാണ്. സംവേദനത്തിൽ ഉപയോഗിക്കുന്ന മീഡിയമാണ് ലാംഗ്വേജ്. അപ്പോൾ വേർഡ്സ് ആർ there and words are arranged in a particular order and if the order is different the meaning also will change. അത് മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ വെറുതെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാമ കിൽഡ് രാവണ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു വാചക ഘടനയിൽ കിട്ടുന്നിടത്ത് നേരെ വാക്കിന്റെ ഓർഡർ തെറ്റിച്ച് രാവണ കിൽഡ് രാമ എന്നാക്കിയ അർത്ഥം മൊത്തം തലതിരിഞ്ഞു. അപ്പോ ഓർഡർ ഓഫ് ദി വേർഡ് ഇൻ എ സെന്റൻസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. പ്രത്യേകിച്ചും എബ്രായ ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ റിലിയച്ചനും ജോലിയച്ചനും ഉണ്ട്. ഗ്രീക്ക് ഭാഷ വന്നു കഴിയുമ്പോൾ കേസ് കൃത്യമായിട്ട് നമുക്കറിയാം, അത് എൻഡിങ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ വാക്ക് എവിടെ കിടന്നാലും നമുക്ക് അർത്ഥം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് പറയുന്നത് ഗ്രീക്കിൽ. പക്ഷെ ഹീബ്രുവിൽ ആ പരിപാടി നടക്കില്ല. മലയാളത്തിൽ ഞാനൊരു ഉദാഹരണം ഇപ്പോൾ രാമൻ രാവണനെ കൊന്നു എന്ന് പറയുന്നത് രാവണനെ രാമൻ കൊന്നു എന്ന് പറഞ്ഞാലും അർത്ഥത്തിൽ വ്യത്യാസം, ഓർഡർ മാറ്റുന്നത് അതിന്റെ ബേസിക് മീനിങ് മാറ്റമില്ല. പക്ഷെ ചില ഭാഷകൾക്ക് അങ്ങനെയുള്ള ഭാഷകൾ സാധാരണ പറയുന്ന അനലിറ്റിക്കൽ ലാംഗ്വേജ് എന്ന് പറയും. അനലിറ്റിക്കൽ ലാംഗ്വേജ് ആണ് ഹീബ്രുവും ഇംഗ്ലീഷും ഒക്കെ. അപ്പൊ അതിനകത്ത് വാക്കുകളുടെ ക്രമം പ്രധാനപ്പെട്ടതാണ്. എന്നാൽ സിന്തറ്റിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കിനെ കുറിച്ച് പറയും. സിന്തറ്റിക് ലാംഗ്വേജിനകത്ത് ആ പ്രശ്നം വരുന്നില്ല എന്നും ആണ് മനസ്സിലാക്കുന്നത്. അപ്പോ അങ്ങനെയാണ് എങ്കിൽ എഴുതി കിട്ടിയ ഒന്നിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ we need to look into the words used and also the order in which those words are arranged in a narrative, in a writing. അപ്പോൾ ആ ഒരു തരത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന ലെക്സിക്കൽ സിൻടാക്ടിക്കൽ അനാലിസിസിനെ കാണാനായിട്ട് അന്വേഷിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വാക്കുകളുടെ അർത്ഥം തേടുന്നത് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മീനിങ് ഓഫ് ദ വേർഡ്. തീർച്ചയായിട്ടും മലയാളത്തിലെ ഏത് ഭാഷയിലാണെങ്കിലും ഒരു വാക്ക് എടുക്കുമ്പോൾ ഒരു വാക്കിന് സിനോണിംസ് ഇഷ്ടം പോലെ കാണും. അപ്പം ഹീബ്രുവിലെ ഒരു വാക്ക്, ഗ്രീക്കിലെ ഒരു വാക്ക് ഇംഗ്ലീഷിലേക്കോ മലയാളത്തിലേക്കോ വിവർത്തനം ചെയ്യുമ്പോൾ വിവർത്തകന്റെ മുന്നിൽ ആ വാക്കിന്റെ ഒരു അർത്ഥം എടുത്താൽ അതിന് സമാനമായ ഒത്തിരി വാക്കുകൾ റിസെപ്റ്റീവ് ലാംഗ്വേജിൽ കാണും. അപ്പോ ഈ റിസെപ്റ്റീവ് ലാംഗ്വേജ്, അതായത് വിവർത്തനം ചെയ്യുന്നയാള് ഈ റിസെപ്റ്റീവ് ലാംഗ്വേജിൽ നിന്ന് അദ്ദേഹത്തിന് യുക്തമെന്ന് തോന്നുന്ന ഒരു വാക്കാണ് തീർച്ചയായിട്ടും എടുത്തുപയോഗിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, is it the real meaning that the author who wrote the text intended? അപ്പൊ അവിടെ ലെക്സിക്കൽ, അതായത് വാക്കിന്റെ അർത്ഥം തേടിയുള്ള അന്വേഷണം ശരിയായ അർത്ഥം ലഭിക്കുന്നതിന് ആവശ്യമായിട്ട് വരുന്നു എന്ന് വരും. ഒരു ഉദാഹരണം ഉൽപ്പത്തി പുസ്തകത്തിൽ ഉൽപ്പത്തി 2-ാം അധ്യായത്തിൽ മനുഷ്യനെ സ്ത്രീയെ സൃഷ്ടിച്ച കഥ പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, മലയാളത്തില് തക്ക തുണയെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അതിന്
മനുഷ്യൻ ഏകനായിരിക്കുന്നൊന്നല്ല, അതുകൊണ്ട് നാം തക്ക തുണയെ സൃഷ്ടിക്കും എന്ന് പറയും. അങ്ങനെ ഹവ്വായെ സൃഷ്ടിച്ചു എന്ന് പറയും. പക്ഷെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നമ്മൾ പല ട്രാൻസ്ലേഷൻസ് നോക്കിയാൽ ചിലതിനകത്ത് പാർട്ട്ണർ എന്ന് കാണും, ചിലടത്ത് ഹെൽപ്പർ എന്ന് കാണും. ഹെൽപ്പർ എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും വുമൻ ഈസ് ഇൻഫീരിയർ ടു മാൻ എന്ന് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള സാധ്യത നമ്മുടെ മുമ്പിൽ കൂടുതലാണ്, ഹെൽപ്പറാണ്. എന്നാൽ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഈ പാർട്ട്ണർ ഏതരത്തിലുള്ള പാർട്ട്ണറാണ് എന്നുള്ളതിന്റെ പിന്നെ അന്വേഷണത്തിൽ സാധ്യത വരും. വേറൊരു നല്ല ഉദാഹരണം പുതിയ നിയമത്തിൽ നിന്ന് ഞാൻ കണ്ടിരിക്കുന്ന ഒന്ന് ഇതാണ്. ഈ ശരിക്കുള്ള വ്യാഖ്യാനത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം, ഇൻ ദ ബിഗിനിങ് വാസ് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ് എന്നാണ് ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ. നിങ്ങൾ യഹോവ സാക്ഷികളുടെ വേദപുസ്തകം ട്രാൻസ്ലേഷൻ ഒന്ന് നോക്കുക. അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് എ ഗോഡ്. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് എ ഗോഡ് എന്നാണ്. കാരണം ഗ്രീക്കില് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ല. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ലാത്തിടത്ത് ട്രാൻസ്ലേറ്ററിന്റെ സ്വാതന്ത്ര്യമാണ്. ആവശ്യമാണെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ കൊടുക്കാതിരിക്കും. By the translation principle there is nothing wrong, but when that indefinite article is added into the translation, what happens is this particular creation or the word is something inferior to, so the Arianismത്തിന്റെ ആ ഒരു വ്യാഖ്യാനത്തിൽ കൊണ്ടുപോകാൻ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വേദഭാഗത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, വ്യാഖ്യാനത്തിന് ശ്രമിക്കുമ്പോൾ, ട്രാൻസ്ലേഷൻ ഇറ്റ്സെൽഫ് ഈസ് ആൻ ഇന്റർപ്രിട്ടേഷൻ. അപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്, വാക്കുകളുടെ അർത്ഥം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്ക് എന്താണ് എന്ന് കഴിയുമെങ്കിൽ അതിന്റെ ഒറിജിനൽ ലാംഗ്വേജിൽ തന്നെ പറയും. പക്ഷെ ഗ്രീക്കും ഹീബ്രു ഒക്കെ അറിയണം. അത് സാധിക്കുന്നില്ലെങ്കിൽ പോലും search for different translations of the passages into the modern language. ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെയുള്ള പല വിവർത്തനങ്ങളിലേക്ക് കൊണ്ടുവന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ഭാഗമാണ്, ആത്മാവ് പോലും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പക്ഷവാദം ചെയ്യുന്നു എന്നൊരർത്ഥം ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട് മലയാളത്തിൽ. അത് മാത്യു റീസിന്റെ ഒരു മലയാളം വിവർത്തനത്തിൽ കഴിയുമ്പോൾ പക്ഷവാദം ചെയ്യുന്നു എന്നുള്ളതിന് മധ്യസ്ഥത വഹിക്കുന്നതാണ്. പക്ഷവാദത്തെ മധ്യസ്ഥതയാക്കി. പക്ഷവാദം ചെയ്യുമ്പോൾ ഹീസ് സ്റ്റാൻഡിങ് ഫോർ മീ എന്ന് പറയും. പക്ഷെ മധ്യസ്ഥനായി മീഡിയേറ്റർ എന്ന് കഴിയുമ്പോഴേക്കും അർത്ഥം മാറി. അപ്പോ അതുകൊണ്ട് വേദവ്യാഖ്യാനത്തിൽ ഏറ്റവും അടിസ്ഥാനമായി ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ലെക്സിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. ലെക്സിക്കോൺ എന്ന് പറഞ്ഞാൽ വേറൊരു ശബ്ദകോശം ലിനിക്കണ്ടു എന്ന വാക്കിനർത്ഥമുള്ളൂ. അതുകൊണ്ട് ഈ വാക്കിന്റെ അർത്ഥം എങ്ങനെ ആണ് എന്ന് കണ്ടെത്താൻ ഒരു അന്വേഷണം വ്യാഖ്യാന രീതിശാസ്ത്രത്തിൽ അത്യാവശ്യമുള്ള ഒന്നാണ് എന്ന് ഓർക്കുക. രണ്ടാമത്, വാക്കുകളുടെ അർത്ഥം അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ ധ്വനി എന്ത് എന്ന് തിരിച്ചറിയുക എന്നുള്ളത്. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിയുമ്പോ വേണം, അച്ഛന്റെ ക്ലാസ് നന്നായിരുന്നു, ആ പറയുന്ന ടോൺ എങ്ങനെ എന്നുള്ളതനുസരിച്ച് സെൻസ് അർത്ഥം മാറും. ക്യാൻ ബി പോസിറ്റീവ്, ക്യാൻ ബി ഡിറ്റീരിയോറേറ്റീവ്, ക്യാൻ ബി സർക്കാസ്റ്റിക്, എങ്ങനെ വേണമെങ്കിലും ആകാം ഉപയോഗിക്കുന്നതാണ്. അതെങ്ങനെയാണ് തിരിച്ചറിയുക? ഫ്രം ദി കോണ്ടെക്സ്റ്റ് വേർ ദാറ്റ് വേർഡ് കംസ് ഇൻ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആ വാക്കുകൾ, പിന്നെ അതുപോലെ തന്നെയാണ് വാക്കുകളുടെ ഫോം ഗദ്യത്തിൽ ഉപയോഗിക്കുന്നതും പദ്യത്തിൽ ഉപയോഗിക്കുന്നതും വ്യത്യസ്തമായിട്ട്. In a prose, use of a word will be different than its use in a poetry. And again, the biblical language, മറ്റൊന്നും കൂടെ പ്രധാനപ്പെട്ട എടുക്കുകയാണെങ്കിൽ, again, when it comes to the apocalyptic literature, again, the form of the word and meaning will be different. Literal meaning ഉണ്ടാകാം, symbolic meaning ഉണ്ടാകാം, metaphorical use ഉണ്ടാകാം. അപ്പോ ഒരു വാക്ക് ആ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റിന്റെ കോണ്ടെക്സ്റ്റിന് അല്ലെങ്കിൽ അതിന്റെ നറേറ്റീവ് ഫ്രെയിം വർക്കിനുള്ളിൽ മാത്രമാണ് അതിന്റെ അർത്ഥം എന്താണെന്ന്
ശരിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വെറുതെ ഒരു വാക്ക് കണ്ടതുകൊണ്ട് നമുക്ക് അർത്ഥം വ്യക്തമായി എന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് തരത്തിലുള്ള ടെക്സ്റ്റാണ്, അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചറിലാണോ, പോയട്രിയിലാണോ, പ്രോസിലാണോ എന്നുള്ളത് അന്വേഷിക്കണം. ഇനി പ്രോസിലാണെങ്കിലും ഏതിലാണെങ്കിലും അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു നറേറ്റീവ് കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അർത്ഥം വ്യക്തമാക്കുക. സ്നേഹം എന്ന വാക്കിന് ഹീബ്രുവിൽ 3 പദങ്ങൾ പ്രധാനമായിട്ടുണ്ട്. ഹീബ്രുവിൽ ലവ് എന്ന കോൺസെപ്റ്റിന് ഇത് ഓരോ സ്ഥലത്ത് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ദോതിയുമാണ്, ദാവി എന്നുള്ള പേര് അതിൽ നിന്ന് വരുന്നതായിട്ട് ദോതിയുമാണ്. മറ്റൊന്ന് ആവ എന്ന് പറയുന്ന ഒരു വാക്കാണ്. മറ്റൊന്ന് ഹെസ്സെദാണ്. ഈ ഓരോന്നിനും വ്യത്യസ്തമായ അർത്ഥങ്ങൾ ആ ഉപയോഗിച്ചിരിക്കുന്ന ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുണ്ട്. അപ്പൊ സ്നേഹമെന്നാണ് എല്ലാത്തിന്റെയും അർത്ഥമെങ്കിലും കേവലമായ സ്നേഹം എന്ന സങ്കല്പത്തിനപ്പുറമായി അത് ഏത് സാഹചര്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതനുസരിച്ച് അർത്ഥഭേദമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബോധം തീർച്ചയായും വേദ വ്യാഖ്യാനത്തിൽ നമ്മൾ കാണിക്കണം. അതാണ് ലെക്സിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ മറ്റൊന്നുകൂടി അതിന്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഒരു വാക്ക് അന്ന് ഉപയോഗിച്ചിരിക്കുമ്പോൾ അതിന് എഴുത്തുകാരൻ കൊടുത്ത അതേ അർത്ഥം തന്നെയാണോ 21ാം നൂറ്റാണ്ടിൽ ആ വാക്കിന് ഇന്നത്തെ സമൂഹം കൊടുക്കുന്നത്. അന്ന് ആ എഴുത്തുകാരന്റെ വ്യാവഹാരിക ലോകത്തിൽ ഉണ്ടായിരുന്ന അതേ അർത്ഥം തന്നെയാണോ വായനക്കാരന്റെ ലോകത്തിൽ ആ വാക്കിന് ഇന്ന് ഉള്ളത്? ഇതുകൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ശരിയായ അർത്ഥ സംവേദനം സാധ്യമാകുകയുള്ളൂ. ശരിയായ അർത്ഥ സംവേദനം സാധ്യമാകുകയുള്ളൂ. ഒരു വേദഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം ത്തിലാണ് കാണുന്നത്. 10ാം അധ്യായത്തിന്റെ 27ാം വാക്യമാണ്. 10ാം അധ്യായത്തിന്റെ 27ാം വാക്യം ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത്. അവിടെ മലയാളത്തിൽ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. ഇംഗ്ലീഷിലെ ഡിഫറെന്റ് വേഴ്സസ് നോക്കി കഴിയുമ്പോൾ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ശൗലിനെ രാജാവാക്കുന്ന കഥയാണ് പറയുന്നത്. ശൗലിനെ രാജാവായി വാഴിച്ചു. പിന്നെ ശൗല് കാര്യമായിട്ട് രാജഭരണം നിർവഹിച്ചില്ല, കുഴപ്പക്കാരനായിരുന്നു പിന്നീടുള്ള ചരിത്രം പറയുന്നത്. ഈ രാജാവിനെ വാഴിക്കുന്ന കഥ പറയുന്നിടത്ത് അതിന്റെ ഒടുവിൽ അമ്മോന്യ രാജാവ് ശൗലിനെ അമ്മോന്യ രാജാവ് ശൗലിന് രാജാവായി വാഴിച്ചു കഴിയുമ്പോൾ കീഷിന്റെ മകനെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന് ശൗലിനെ കുറിച്ച് നെഗറ്റീവ് കമന്റ് പറയുന്നതായിട്ട് ട്രാൻസ്ലേഷൻ ഹീബ്രുവിലെ വാക്കിനെ ഉപയോഗിച്ചു. അത് വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാതാക്കൾ പറയുന്നത് കേട്ടോ, തുടക്കത്തിൽ തന്നെ അയാൾ ഗുണം വരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇയാളെങ്ങനെ ഗുണം വരിക എന്ന്. എന്നാൽ 11ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ കുറെ മാസങ്ങൾക്ക് ശേഷം എന്നൊരു മലയാളത്തിൽ കിടക്കുന്നുണ്ട്. മലയാളത്തിൽ മറ്റേ ശൗലൊന്നും മിണ്ടാതിരുന്നൊന്നും പറയുന്നില്ല. കുറെ മാസങ്ങൾക്ക് ശേഷം. ഇത് ഈ ഹീബ്രുവിന്റെ മറ്റൊരു ട്രാൻസ്ലേഷനാണ്. എന്ന് പറഞ്ഞാൽ അമ്മോന്യ രാജാവ് ശൗലിനെ അംഗീകരിക്കാതെ പോയി. എന്നിട്ട് ഈ അമ്മോന്യ രാജാവ് ഇസ്രായേലിലെ രൂബേൻ ഗോത്രത്തെയൊക്കെ അവരുടെ ഒരു കണ്ണ് ചൂന്നെടുത്ത് പുരുഷന്മാരെയൊക്കെ അങ്ങനെ അവഹേളിക്കുന്ന ഒരു കഥ പറയുന്നുണ്ട്. അപ്പൊ അതിൽ മനം എടുത്ത ആളുകൾ വന്നിട്ട് ശൗലിനോട് ഈ പരാതി പറയുന്ന കാര്യമാണ് കുറെ മാസങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ് പിന്നെ തുടങ്ങുന്നത്. 11 തുടങ്ങുന്നത്. അവിടെ ശൗൽ ആളുകളെ വിളിച്ചുകൂട്ടി അവരുമായി ചെന്ന് അമ്മോന്യരെ പരാജയപ്പെടുന്ന കഥ പറഞ്ഞിട്ടാണ് പിന്നെ രാജഭരണം ഉറപ്പിക്കുന്നതായിട്ട്. അപ്പോ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവായി സ്ഥാനം ഏൽക്കുന്നത്, രാജാവ് അഭിഷേകം ചെയ്യപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റി കാണിച്ചിട്ടാണ് എന്ന അർത്ഥമാണ് ആ ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ വിവർത്തനത്തിലൂടെ സാധ്യമാണ്. കൊടുത്തിരിക്കുന്ന വാക്ക് ഒന്ന് തന്നെയെങ്കിലും അതിന്റെ ട്രാൻസ്ലേഷനിലെ അല്ലെങ്കിൽ അതിന്റെ അതിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കുമ്പോൾ വാക്കിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നുണ്ട്. സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നതാണ്. സ്ക്രൈബ് ഇങ്ങനെ പകർത്തി എഴുതിയപ്പോൾ മാറിപ്പോയതെന്നൊരു ഒരു വ്യാഖ്യാനം ഒക്കെ അതിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ തുടക്കത്തിൽ ശൗൽ എന്ന രാജാവ് കുഴപ്പക്കാരനല്ല, അവൻ ദൈവം നിയോഗിച്ചവനാണ് എന്ന് തന്നെ ഉറപ്പാക്കുന്ന ഒരു വ്യാഖ്യാന സാധ്യത
രണ്ടാമത് ആദ്യത്തെ തുടക്കത്തിലെ കുഴപ്പക്കാരനാണെന്ന് ധ്വനി ഉണ്ടാക്കുന്നത് എവിടെയാ? അപ്പോൾ നമ്മള് വാക്കുകൾ ഉപയോഗിക്കുന്ന, വാക്കിന്റെ അർത്ഥം മാത്രം, വാക്കുകൾ ഉപയോഗിക്കുന്ന സ്ഥാനം, അതിന്റെ ക്രമം വീണ്ടും അർത്ഥത്തെ തീർച്ചയായും ഭേദപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് ഓർത്തിരിക്കണം. അപ്പോ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ട, തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ്, വേദപുസ്തകത്തെ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം കിട്ടി, അത് വെച്ചുകൊണ്ട് ഇത് പറയുമ്പോഴും പറയുന്നതിനാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം എന്ന് പറഞ്ഞാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമായത് പറയണമെങ്കിൽ ഈ വിവർത്തനങ്ങൾ വിവർത്തകന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഉണ്ടായതാകിയാൽ യഥാർത്ഥ എഴുത്തുകാരൻ ഇന്റന്റ് ചെയ്ത, അദ്ദേഹം ഉദ്ദേശിച്ച അർത്ഥം അതിലൂടെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് അന്വേഷിക്കാനുള്ള ഒരു അന്വേഷണത്വര വിവർത്തനത്തിൽ അല്ലെങ്കിൽ വ്യാഖ്യാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകണമെന്നാണ്. അപ്പൊ ആ ഒരു താല്പര്യത്തിൽ നമ്മൾ ഈ വേദഭാഗത്തെ കാണുവാനായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ, ഇപ്പൊ ഈ പറയുന്നത് ശമൂവേൽ അല്ല, അതെ, ശമൂവേലിന്റെ 10-ാം അധ്യായത്തിലെ ആ വേദഭാഗത്തിന് സപ്പോർട്ടീവായിട്ട് ഈ എന്താണ് ചാവുകടൽ ചുരുളുകളിൽ നിന്ന് കണ്ടെത്തിയ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ സെറ്റുജന്റും ഒക്കെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഔദ്യോഗികമായിരുന്ന മാസോറിറ്റി ടെക്സ്റ്റുള്ള ആ ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ റൈറ്റിംഗിൽ വേരിയേഷൻ ഉണ്ട് എന്ന് തെളിവ് തരുന്ന ഭാഗങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ല, വെറുതെ ഒരു 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 കാര്യം പറയുന്നതല്ല. വ്യക്തമായ മറ്റ് ആനുകാലിക അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പോ ഉള്ള സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ വിവർത്തനങ്ങളെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്തിട്ട് അതിൽ നിന്ന് സാധ്യമെങ്കിൽ ഒറിജിനൽ ഭാഷയിലേക്ക് പോയിട്ട്, പറ്റുന്നില്ലെങ്കിലും വിവർത്തനങ്ങളിൽ ഇതിൽ ഏതാകാം ഏറ്റവും അനുയോജ്യം. വേദപുസ്തക സന്ദേശം തീർച്ചയായും നെഗറ്റീവ്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും എപ്പോഴും പ്രോഗ്രസീവായിട്ട് പോസിറ്റീവായിട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഒരു രാജാവിനെ വാഴിക്കുമ്പോൾ തന്നെ അയാൾ കുഴപ്പക്കാരനെന്ന് പറയാൻ യാതൊരു സാധ്യതയും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുവാനുള്ള നമ്മുടെ ഒരു കഴിവിനെ കൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോസിറ്റീവായിട്ട് അങ്ങനെ കാണുവാനായിട്ട് പോകണം എന്ന് ആണ് ഓർമ്മപ്പെടുത്താനുള്ള സമയം ഏതാണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കാര്യത്തെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നതാണ്, ഇതിന്റെ കൂടെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യമാണ് ജോർജിയച്ചൻ സൂചിപ്പിച്ചിരുന്നത്. അലിഗോറി അലക്സാണ്ട്രിയ സ്കൂളിൻ്റെതാണ്, ലിറ്റററി സ്റ്റഡിയാണ് അന്ത്യോക്യൻ സ്കൂളിൻ്റെത്. അന്ത്യോക്യൻ സ്കൂളിന്റെ ശരിക്ക് ലിറ്റററി അപ്രോച്ച് എന്ന് പറയുമ്പോൾ അല്പം മോഡിഫൈഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഗ്രാമറിനും ഹിസ്റ്റോറിക് കോണ്ടെക്സ്റ്റിനും ഗ്രാമറിനും പ്രാധാന്യം നടത്തിക്കൊണ്ടൊരു അന്വേഷണമാണ് അന്ത്യോക്യൻ സ്കൂള് നടത്തിയിരുന്നത്. തിയോഡോർ ഓഫ് മോപ്സിസ്റ്റിയ 4ാം നൂറ്റാണ്ട് അവസാനം 5ാം നൂറ്റാണ്ട് തുടക്കത്തിൽ ജീവിച്ചിരുന്ന സഭാപിതാവാണ്. അദ്ദേഹം നല്ലൊരു വക്താവായിരുന്നു. അദ്ദേഹം അലക്സാണ്ട്രിയ സ്കൂളിനെതിരെ ശക്തമായ നിലപാടെടുത്തയാളാണ്. അലിഗോറി എന്ന് പറയുന്നത് ഗുണമുള്ളതല്ല എന്ന് പറഞ്ഞ് അത്രമാത്രം കഠിനമായി വിമർശിച്ചിട്ട് ഈ ഗ്രാമറും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, അതായത് സിൻടാക്സ്, ഇതെല്ലാം കൃത്യമായി നോക്കി മാത്രമേ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കാവൂ നിർബന്ധം പിടിച്ചയാണ്. പക്ഷെ അതിന് അക്കാലത്ത് വലിയ ആയുസ് കിട്ടിയില്ല. കിട്ടാതെ പോയതിന് കാരണം പറയുന്നത് രസകരമായ ഒരു കാരണമാണ്. ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു അറിയോസ്. അപ്പൊ അറിയോസ് ഈ മെത്തേഡ് തന്നെ മുമ്പോട്ട് പോയി. പക്ഷെ അദ്ദേഹം നിക്കിയ സുന്നകദോസിൽ വെച്ച് അദ്ദേഹത്തിനെ ശപിച്ചു തള്ളുന്ന കാലമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ കാലം വന്നു കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ വ്യാഖ്യാന രീതിയാണ് ഇത് എന്നുള്ളത് തന്നെ ഒരു ജനറൽ ആക്സെപ്റ്റൻസ് കിട്ടാതെ പോയാണ് അത് തൽക്കാലം സബ്സൈഡ് ചെയ്ത് പോയെന്നൊരു ഒരു റീഡിംഗ് കൂടെ ഇതിനിടയിൽ എനിക്ക് കിട്ടാനിടയായിട്ടുണ്ട്. എന്തായിരുന്നാലും നമ്മൾ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു മോഡേൺ ഹെർമിനൂട്ടിക്കൽ അധ്യാപകൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ പേര് ഹെൻറി എ വർക്ലർ എന്നാണ്, ഈ ലെക്സിക്കൽ സിൻടാക്ടിക്കൽ അനാലിസിസുമായി ബന്ധപ്പെട്ട് വാക്കുകളുടെ അർത്ഥം കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നതിന് അദ്ദേഹം ഒരു 7 പ്രിൻസിപ്പിൾ പറയുന്നത് ഒന്ന് അക്കമിട്ട് പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം VIRKLER വർക്ലർ, ഹെൻറി എ വർക്ലർ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ 99-100 പേജുകളിലായിട്ട് അദ്ദേഹം അക്കമിട്ട് പറയുന്ന 7 കാര്യങ്ങളുണ്ട്. അതൊന്ന് പറയട്ടെ. ഒന്ന്,
നോക്കുന്ന ടെക്സ്റ്റിന്റെ ഫോം എന്താണെന്ന് നോക്കുക. അത് കവിതയാണോ, ഗദ്യമാണോ, അപ്പോക്കാലിപ്സ് ആണോ, അല്ലെങ്കിൽ ലീഗൽ ഡോക്യുമെന്റ് ആണോ, ആൻഡ് ദ ഫോം ഓഫ് ഐഡന്റിഫൈ ദ ജനറൽ ലിറ്റററി ഫോം. അതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത് അദ്ദേഹം പറയുന്നു, once you identify the general literary form, then look for or trace the development of the author's theme and show how the passage under consideration fits into the context. ആ ടെക്സ്റ്റിനെ ആ ഓതറിന്റെ എഴുത്ത് നറേറ്റീവിന്റെ ആ ഒരു പ്രോഗ്രസിൽ തന്നെ നമ്മൾ കണ്ടിട്ട് അതിനെ മനസ്സിലാക്കുന്നത്. പിന്നെ 10ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ വേദപുസ്തകത്തിനകത്ത് അധ്യായവും വാക്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. AD 10ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അതിനുശേഷം അപ്പം അതിനു മുമ്പ് വാക്യങ്ങളായിട്ടോ അധ്യായങ്ങളായിട്ടോ തിരിച്ചിട്ടുണ്ടെന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാ ഇത് ഓരോ ഭാഗം തിരിച്ചറിഞ്ഞ് വായിച്ച് ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എവിടെയാണ് അങ്ങനെ നാച്ചുറൽ ഡിവിഷൻസ് ഒരു ടെക്സ്റ്റിനുള്ളത് എന്നുകൂടെ നമ്മൾ അടുത്തതായിട്ട് നോക്കണം. ഇപ്പോ വാക്യവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഉൽപ്പത്തി പുസ്തകം 17ാം അധ്യായത്തിലും മറ്റും കണ്ട് 4 ഖണ്ഡികയാണ് NRSV കിടക്കുന്നത്, അത് 7 ഖണ്ഡികയാണ് NIV കിടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരും അവർ ഇഷ്ടം പറഞ്ഞിരിക്കുന്നുണ്ട്. സബ് ടൈറ്റിൽസും കൊടുക്കുന്ന വേദപുസ്തകം നോക്കി കഴിഞ്ഞാൽ, ട്രാൻസ്ലേഷൻ നോക്കി കഴിഞ്ഞാൽ ഓരോ വേർഷനിലും വ്യത്യസ്തങ്ങളായ ടൈറ്റിലുകൾ കാണുക. ഇതൊക്കെ ഓരോരുത്തരും കൊടുക്കുന്നുണ്ട്. ഇതൊന്നുമില്ലാതെ തന്നെ വായനക്കാരൻ വായിച്ചിട്ട് എവിടെയാണ് നാച്ചുറൽ ഡിവിഷൻ ഉള്ളത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളത് അടുത്ത ഘട്ടമാണ്. പിന്നെ ബട്ട്, ആസ് വെൽ ആസ്, ബിക്കോസ്, ഇഫ് എന്നൊക്കെ പറഞ്ഞ് ആൻഡ് ഇങ്ങനെ കണക്റ്റിംഗ് വേർഡ്സ് കാണും. അത് നറേറ്ററിന്റെ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ എഴുത്തിനെ മുമ്പോട്ട് നയിക്കുന്ന ചില സൂചകങ്ങൾ, വാക്കുകൾ കാണും. അതിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ വാക്കിന്റെ അർത്ഥം തീർച്ചയായിട്ടും നോക്കണം എന്നുള്ളത് 5ാമത്തെ കാര്യമാണ്. 6ാമത്തേത് പറഞ്ഞത് വാക്കുകളുടെ ഘടന, ഒരു വാചകത്തിൽ അത് എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹീബ്രു തീർച്ചയായിട്ടും ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്, അതിവിടെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ വാക്കിന്റെ ഘടന, അല്ല വാചകത്തിലെ വാക്കുകളുടെ ക്രമം, ഓർഡർ ഓഫ് വേർഡ്സ് ഇൻ ദി സെന്റൻസ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. അനലൈസ് ദ സിൻടാക്സ്. ഇത്രയെല്ലാം ചെയ്തു കഴിയുമ്പോൾ കിട്ടുന്ന അർത്ഥം 7ാമത് പറയുന്നത് വലിയ ടെക്നിക്കൽ ടേംസും ഹൈഫൈ വേർഡ്സ് ഒന്നും ഉപയോഗിക്കാതെ സാധാരണക്കാരൻ മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേൾക്കുന്നവന് ഒരു പാസേജിന്റെ അർത്ഥം കൃത്യമായിട്ട് ലഭിക്കും. ആ തരത്തിലാണ് ലെക്സിക്കൽ സിൻടാക്ടിക്കൽ അനാലിസിസിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിന് അവസരം നൽകിയപ്പെട്ട സോപാന അക്കാദമിയുടെ ചുമതലക്കാരോട് പ്രത്യേകമായ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ദൈവം നല്ലൊരു അധ്യാപകനാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലായി കാണും. പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ സിമ്പിൾ എക്സാമ്പിൾസ് ഒക്കെ അച്ഛൻ പറയാൻ ശ്രമിച്ചു. നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു എക്സാമ്പിളാണ് യോഹന്നാന്റെ സുവിശേഷം 2ാം അധ്യായം 4ാം വാക്യം. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സത്യവേദ പുസ്തകത്തിന്റെ പഴയ പ്രതികളിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ പുതിയ പ്രതികൾ സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത് എന്നേ ഉള്ളൂ. ആ തമ്മിൽ എന്നുള്ള വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്, സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇട്ടതാണ്. അത് ഗ്രീക്ക് ടെക്സ്റ്റിൽ ഇല്ല. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അത് നമുക്കെല്ലാം കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെയാണ് നമ്മുടെ പാമ്പാക്കുട നമസ്കാരത്തിലെ പ്രാർത്ഥനകളിലെല്ലാം സുറിയാനി പ്രാർത്ഥനകൾ മലയാളത്തിലേക്ക് ഇടുമ്പോൾ നമുക്ക് വളരെ അരോചകമായി തോന്നുന്ന ഒന്നാണ് ഈ പറഞ്ഞ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ആ പാപനിയായ സ്ത്രീ. ആ എന്നുള്ളത് അത് സിറിയക്കൽ മീനിങ് ഫുൾ ആണ്. മലയാളത്തിൽ വരുമ്പോൾ പാപനിയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്തവര് ഇടയ്ക്കിടയ്ക്ക് ആ ഈ എന്ന് അഡീഷണൽ ആയിട്ട് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഈ സിമ്പിൾ ലാംഗ്വേജ് എന്നുള്ളത് അതൊരു പഴയ പ്രിൻസിപ്പിളാണ്. ഇപ്പൊ പെഷീത്ത ബൈബിൾ സുറിയാനില്ല. പെഷീത്ത എന്ന് പറഞ്ഞാൽ സിമ്പിൾ ട്രാൻസ്ലേഷൻ ആണ്. അല്ലെങ്കിൽ ലാറ്റിൻ വൾഗേറ്റ്, അത് സിമ്പിൾ ലാറ്റിൻ ട്രാൻസ്ലേഷൻ ആണ്. സിംപ്ലിസിറ്റി ഒരു പഴയ ഒരു കോൺസെപ്റ്റ് ആണ് ഹെർമനോട്ടിക്സിനെ സംബന്ധിച്ചിടത്തോളം. അത്
അച്ഛന് അവസാനം വളരെ ഭംഗിയായി സൂചിപ്പിച്ചു. ഇനിയിപ്പോൾ ജെറിൻ ജോൺ അച്ഛന് ഒരു ന്യൂമറ്റോളജിക്കൽ പെർസ്പെക്റ്റീവില് പറയുന്നു.